മാവോവാദി CP മൊയ്തീനെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് മൊയ്തീൻ മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്നത്. നിലവിൽ ജയിലിൽ കഴിയുന്ന മൊയ്തീനെതിരെ ഹൈദരാബാദ് NIA സ്പെഷ്യൽ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേരളം, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തിയിരുന്ന CP മൊയ്തീനെ പ്രത്യേക പോലീസ് സേന പിടികൂടുമ്പോൾ അദ്ദേഹം CPIML പശ്ചിമഘട്ട ദളത്തിലെ പ്രധാന നേതാവായിരുന്നു. ഗോത്ര ഉന്നതികളിലെത്തി മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രചാരണം നടത്തിയെന്നും തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം നടത്തിയെന്നും ഒളിത്താവളങ്ങളിൽ രാജ്യതാൽപര്യങ്ങൾക്ക് വിരുദ്ധമായി സായുധ പ്രവർത്തനം നടത്തിയെന്നുമാണ് മൊയ്തീനെതിരായ ആരോപണങ്ങൾ. ഓഗസ്റ്റ് 3 ആലപ്പുഴയിൽ നിന്ന് CP മൊയ്തീനെ ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുക്കുന്നത്. 2023 സെപ്റ്റംബറിൽ തെലങ്കാന പോലീസ് മൊയ്തീനെതിരെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ മൊയ്തീനെതിരെ 36 UAPA കേസുകളാണ് NIA രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2019 വയനാട് വൈത്തിരിയിലെ റിസോർട്ടിൽ പോലീസ് നടപടിയിൽ വെടിയേറ്റ് മരിച്ച മാവോവാദി CP ജലീലിന്റെ ജ്യേഷ്ഠനാണ് CP മൊയ്തീൻ. ജയിലിലുള്ള വയനാട് കൽപ്പറ്റ സ്വദേശിയും മാവോവാദി രാഷ്ട്രീയ തടവുകാരനുമായ സോമനെ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിന്റെ വിചാരണയ്ക്ക് കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വയനാട് തിരുനെല്ലിയിലെ നക്സലൈറ്റ് ആക്രമണത്തിന് ശേഷം കേരളത്തിൽ മാവോവാദി രാഷ്ട്രീയ ആക്ഷനുകളിൽ പോലീസുകാരോ സാധാരണക്കാരോ കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ 10 വർഷത്തിനിടെ നക്സൽ വിരുദ്ധ സേനകളുമായുള്ള ഏറ്റുമുട്ടലിൽ കേരളത്തിൽ മാത്രം 10-ലധികം മാവോവാദി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഓപ്പറേഷൻ കറാഗിലൂടെ സായുധ സേനകളെ ഉപയോഗിച്ച് മാവോയിസ്റ്റ് പ്രവർത്തനത്തെ തുടച്ചുനീക്കുമെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാട്. ഇന്നും ഉത്തരേന്ത്യയിൽ സായുധ നടപടിയിൽ 6 മാവോയിസ്റ്റുകളെ നക്സൽ വിരുദ്ധ സേന വധിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.